ഹലോ എവ്രി വൺ, വെൽക്കം ടു ടാൽമീസ് ഡയറി. യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈ ന്യൂസ് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും. പല യൂട്യൂബേഴ്സ് ഈ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഈ സന്തോഷ വാർത്ത ഞാനൊന്ന് ഷെയർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. യൂത്ത് മൊബിലിറ്റി വിസ, അതായത് കഴിഞ്ഞ മെയ് 4 യു കെയും ഇന്ത്യൻ ഗവൺമെന്റും കൂടെ ഒരു പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് യു കെയിൽ നിന്ന് യങ്സ്റ്റേഴ്സിനെ ഇന്ത്യയിലോട്ടേക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് യങ്സ്റ്റേഴ്സിനെ യു കെയിലോട്ടേക്കും നമുക്ക് ട്രാവൽ ചെയ്യാം. അതിന് ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് യു കെയിലോട്ടേക്ക് വരണം. പക്ഷേ എല്ലാവർക്കും അറിയാലോ, യു കെയിൽ ഒരു വർക്ക് വിസ കിട്ടാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും പറയുന്ന. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ യു കെയിൽ വരാനായിട്ട് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് വിസ എടുക്കും. അപ്പൊ സ്റ്റേ ബാക്ക് പീരീഡിൽ പിന്നെ ജോലി കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു ജോബ് ഓഫർ വേണ്ട. 2 ഇയർ വിസയാണ് നമുക്ക് കിട്ടുന്നത്. ഈ വിസയിൽ നമുക്ക് യു കെയിൽ വന്നിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം, അല്ല ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓഫർ വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഓൺലൈനിൽ നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യു കെയിൽ വന്നിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ജോബ് കണ്ടുപിടിക്കാവുന്നതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള ജോലി നോക്കാം. അല്ല വേണ്ട, നമുക്ക് യു കെ ഒന്ന് എക്സ്പോഷർ ചെയ്യണം, 2 വർഷം നമുക്ക് യു കെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, അതിന് നാട്ടിലോട്ടേക്ക് തിരിച്ചു പോകണം, അങ്ങനെയുള്ള ആൾക്കാർക്കും 2 വർഷം എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നമുക്ക് യു കെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം. അതായത് നമുക്ക് ഇന്ന വർക്കിൽ ചെയ്യണം, വർക്ക് വിസയിലല്ല നമ്മൾ വരണം, അപ്പോൾ ഇന്ന വർക്ക് ചെയ്യണം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഈ വിസയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റഡി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമുക്കിവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് ഓഫർ ലെറ്റർ വേണം, അതുപോലെ തന്നെ IELTS വേണം, അങ്ങനെയൊക്കെ വേണം. ഇതിനകത്ത് നമുക്ക് IELTS കാര്യങ്ങളൊന്നും വേണ്ട, യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ വേണ്ട. നമുക്ക് ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കാം നമുക്കിവിടെ എന്നാ ചെയ്യണം എന്നുള്ളത്. ഓൾറെഡി യു കെയിൽ ഈ വിസ ഉള്ളതാണ്. ടയർ 5 കാറ്റഗറിയിലാണ് ഇത് ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത്. സർട്ടൻ കൺട്രീസ് ആയിട്ടുള്ള കാനഡ, ഓസ്ട്രേലിയ, കൊറിയ, മൊനാക്ക, സാൻ മറീന എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 9 കൺട്രീസോളാണ് ഇത്രയും നാളും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റീസെന്റ് ആണ് ഇന്ത്യയെ കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരുടെയും മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ ക്യാൻ അപ്ലൈ, ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പേര് തന്നെ ഉണ്ട് യൂത്ത് മൊബിലിറ്റി വിസ. അതായത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് യങ്സ്റ്റേഴ്സിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിനവർ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ഇയേഴ്സ് ആണ്. അതായത് 18 മുതൽ 30 വയസ്സ് വരെ ഇടയ്ക്ക് പ്രായമുള്ള ആർക്ക് വേണേലും ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒരു മിനിമം റിക്വയർമെന്റ് ആയിട്ട് പറയുന്നു. ഇനിയിപ്പോൾ ആപ്ലിക്കൻസ് കുറവാണെങ്കിൽ ഡിപ്ലോമയും അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഒരു 3 ഇയർ മിനിമം ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ലാസ്റ്റ് 28 ഡേയ്സിൽ നാട്ടിൽ, അതായത് 2530 പൗണ്ട്, ഏകദേശം 2.5 ലക്ഷം രൂപയോളം സേവിങ്സ് ആയിട്ട് കാണിക്കണം. ഇത് സേവിങ്സ് ആയിട്ടാട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിസ പ്രോസസ്സിങ്ങിന്റെ ടൈമിൽ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. സേവിങ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഏകദേശം 2.5 ലക്ഷം രൂപയോളം കാണിക്കണം. അതുകൂടാതെ ഇതിന്റെ വിസ ഫീ ആയിട്ട് 244 പൗണ്ടും അതുപോലെ തന്നെയായിട്ട് ഹെൽത്ത് സർചാർജ് ആയിട്ട് 940 പൗണ്ടും, ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാം. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിന്റെ ഫീ ആയിട്ട് മൊത്തം ഫീസായിട്ട് ഒരു 1.5 ലക്ഷം രൂപ ഈ വിസയ്ക്ക് വരുന്നുള്ളൂ. ശരിക്കും അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിസ ആയിട്ടോ. കാരണം ഒരു സ്റ്റുഡന്റ് വിസയ്ക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇയർ കോഴ്സിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 ലക്ഷത്തോളം രൂപ വരും. ചില കോഴ്സുകൾ നമുക്ക് 8-10 ലക്ഷം രൂപയ്ക്കും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു 1.5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ യു കെയിലേക്ക് വരാൻ പറ്റും. ഇതിന് പക്ഷേ കുറേ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പോവാം. ഇനി ഇതിന്റെ നല്ല വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വർഷത്തേക്ക് നമുക്ക് വിസ കിട്ടുവാണ്. ഈ വിസയ്ക്ക് നമുക്ക് യു കെയിൽ വന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ട് നമുക്ക് സ്റ്റഡി വിസയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം ഈ 2 വർഷത്തിനിടയ്ക്ക്. അല്ല ഒരു ചെറിയ ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ബിസിനസ് വിസയിലെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എംപ്ലോയിനെ വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാട്ടിൽ നല്ല ട്യൂഷൻ എടുക്കുന്ന ഒരാളൊക്കെയാണ് ഇപ്പോൾ യു കെയിൽ വന്നിട്ട്
ഒരു ട്യൂഷൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് നന്നായിട്ട്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണേ, ഒരു ഇൻസ്ട്രുമെന്റ് നന്നായിട്ട് യൂസ് അറിയുന്ന ഒരാളാണ് യു കെയിൽ വന്ന് നിങ്ങൾക്ക് ആ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ കീഴിൽ ഒരു എംപ്ലോയിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ സ്പോർട്സ് കാറ്റഗറിയിൽ, അതായത് സ്പോർട്സ് പേഴ്സൺ ആയിട്ടൊന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ 2 ഇയർ വിസയിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ഏത് ടൈം വേണമെങ്കിലും നാട്ടിലോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യാത്ര ചെയ്യുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇതിന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇതൊരു സെറ്റിൽമെന്റ് വിസ അല്ല. ഇത് 2 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഈ വിസ നമുക്ക് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് റിന്യൂ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. 2 ഇയർ കഴിയുമ്പോൾ നിങ്ങൾ നാട്ടിലോട്ടേക്ക് തിരിച്ചു പോകണം. പക്ഷേ ഈ 2 ഇയറിനുള്ളിൽ നിങ്ങൾ ഇവിടെ യു കെയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു ജോബ് ഓഫർ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ആ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയിട്ട് വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് അത് ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കത്തില്ല ഒരു ജോബ് ഓഫർ വേറൊരു കൺട്രിയിൽ നിന്ന് അല്ല വേറൊരു കമ്പനിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ഡിപ്പെൻഡൻസിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് അവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 18 to 30 ഇയേഴ്സ് ആണല്ലോ ഏജ് ലിമിറ്റ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഒരു കുഞ്ഞു മോനുണ്ട്, 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും കുട്ടികൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ വിസയ്ക്ക് എലിജിബിൾ അല്ല. അതായത് മെയിനായിട്ട് ഇവർ യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിപ്പെൻഡൻസ് നമ്മുടെ കീഴിലുണ്ടെങ്കിൽ നമുക്ക് ഈ വിസയ്ക്ക് എലിജിബിൾ അല്ല. ഈ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർ ആവശ്യപ്പെടുന്ന മെയിൽ നമ്മുടെ പാസ്പോർട്ട് വേണം. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അതിപ്പോൾ ഏത് വിസ ആയാലും TB റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കണം. ഇന്ത്യയിലെ എല്ലാ സർട്ടിഫിക്കറ്റും തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണല്ലോ. പക്ഷേ അത് വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണെങ്കിൽ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഇത്രയൊക്കെ അവർ ഡിമാൻഡായിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, 3000 ആപ്ലിക്കൻസ് മാത്രമേ ഒരു വർഷം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം 3000 ആപ്ലിക്കൻസിനെ അവർ എടുക്കത്തുള്ളൂ. ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം 18 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത്രയും പേര് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3000 പേരെയാണ് അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് എന്ത് ബേസിസിലാണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. പക്ഷെ ചിലപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ബേസിസ് ആയിരിക്കാം. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കിട്ടും. അല്ല ഇനിയിപ്പോൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ പ്രിഫറൻസ് കൊടുക്കുക. പക്ഷെ എന്നാലും നിങ്ങളത് അപ്ലൈ ചെയ്യുക. കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് യു കെയിലേക്ക് വരാനായിട്ട് കുറഞ്ഞ ചിലവിൽ യു കെയിലോട്ട് വർക്ക് വിസയിൽ വരാൻ പറ്റിയ ഒരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് ഈ വിസ എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് 30 വയസ്സില്ല, പക്ഷെ ഞാനിവിടെ യു കെയിൽ വരുമ്പോഴേക്കും 30 വയസ്സായി അല്ലെങ്കിൽ 31 വയസ്സായി, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എനിക്ക് വരാം. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 30 വയസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. അതായത് നിങ്ങൾ ഓൺലൈനായിരിക്കും ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക. യു കെ ഗവൺമെന്റിന്റെ സൈറ്റിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഈ വിസ. പക്ഷെ മിക്കവാറും ഒരു 2-3 മന്ത്സിനുള്ളിൽ അത് ഓപ്പൺ ആവും. നിങ്ങളത് എപ്പോഴും റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് അതിനകത്ത് പറയും. അതായത് ഇപ്പോൾ 30 എബോവ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വൺസ് നിങ്ങളത് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 30 ആയിട്ടില്ല, പക്ഷെ ഇവിടെ യു കെയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 30+ ആയെങ്കിൽ പോലും അത് പ്രശ്നമില്ല, അതൊരു പ്രോബ്ലം അല്ല. അത് നിങ്ങൾക്ക് അപ്പോൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് പ്രശ്നം കാണത്തില്ല. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഈ ഗുഡ് ന്യൂസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റത്തില്ല, പക്ഷെ 1-2 മാസത്തിനുള്ളിൽ അത് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങളത് കീപ്പ് ഓൺ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ എൻ്റെ വീഡിയോ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്, നിങ്ങൾ അത് നോക്കുക. ഇപ്പോൾ ഈ വിസയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ യു കെ ഗവൺമെൻറ് സൈറ്റ് നോക്കി കഴിഞ്ഞാൽ വിസയുടെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.